Hello everyone, welcome back to Lappus Diary. ഇന്ന് ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. എൻ്റെ ഉമ്മ സാധാരണ നോമ്പൊക്കെ ആകുമ്പോഴാണ് ഇത് ഉണ്ടാക്കാറ്. കൂമ്പിളപ്പം, കൂമ്പിളട എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫിഷ് വേവിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞളും മുളകും ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിന് വേണ്ടത് തേങ്ങയാണ്. ഒരു തേങ്ങൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. അരമുറി തേങ്ങ എടുത്തിട്ട് അത് നല്ലോണം ചിരകി എടുക്കാം. ഇനി ഈ തേങ്ങ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങ മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഫിഷ് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയിട്ട് ഈ തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ അയിലയാണ് എടുത്തത്. അയിലയാണ് കേട്ടോ അതിന് ടേസ്റ്റ് കൊടുക്കുക. നമ്മൾ മീനടമൊക്കെ ഉണ്ടാക്കുമ്പം അയില ചെറിയ മീനുകളാണ് ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ചമ്മന്തിക്കൊക്കെ ഒന്ന് ഒതുങ്ങുന്ന പോലെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ഇനി നമ്മളൊരു പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുകും പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം അതിൽ കറിവേപ്പില ഇടുക. ചതച്ച് വെച്ച തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാവിൻ്റെ ഇലയിലാണ്. പ്ലാവിൻ്റെ ഇല കൊണ്ടൊരു മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു കൂമ്പിൾ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വേണം നമുക്ക് ഈ അട പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പ്ലാവിൻ്റെ ഇല നല്ല വൃത്തിക്ക് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് തുടച്ച് കൊടുക്കാം. കൂമ്പിൾ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈർക്കിണീൻ്റെ ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈർക്കിണി കട്ട് ചെയ്തും വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൂമ്പിൾ ഉണ്ടാക്കാം. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് മാതിരി തന്നെ പ്ലാവിൻ്റെ ഇല എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഓലക്കണ്ണി കൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ഷേപ്പും ഉണ്ടാക്കിയെടുക്കാം. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൂട്ടിയാൽ അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും ചെയ്യാൻ. ഇപ്പോൾ ഇതേപോലെ ഒരു 3-4-5 കൂമ്പിൾ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അരി അരച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്തത്. പൊന്നി അരി, ചോറ് വെക്കുന്ന അരി ഒരു 3-4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് അതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അതാണ് കേട്ടോ അതിൽ ഫില്ല് ചെയ്തത്. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഫില്ലിങ് അതിലിട്ട് കൊടുക്കാം. തേങ്ങൻ്റെ അരിച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മൂടിയെടുത്താൽ മതിയാവും. ഫില്ലിങ്ങിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ ഉപ്പ് ചേർക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് ചേർക്കാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാ കൂമ്പിളിലും അരി ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മസാലക്കൂട്ട് ഫില്ല് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. കുറേ ആളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ നല്ല ഹരമാണ്. എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചെയ്തെടുക്കാൻ നല്ല രസമാണ്.
പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. കാണാനും നല്ല ഭംഗിയ, നമ്മുടെ ഈ പൂത്തിരിയൊക്കെ മാതിരി ഇരിക്കും ഇത് നമ്മൾ ഡിമോൾഡ് ചെയ്തെടുത്താൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ നമ്മുടെ കൂമ്പിളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി ചെമ്പിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ അടുപ്പത്താണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ആവിച്ചെമ്പിൽ എല്ലാ കൂമ്പിളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10-25 മിനിറ്റ് നമുക്കൊന്നിത് വേവിച്ചെടുത്താൽ മതി. ആവി കൊള്ളിച്ചെടുത്താൽ നമ്മൾ കൂമ്പിൾ റെഡി ആയി കിട്ടും. അപ്പോൾ നമ്മൾ കൂമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇലയിൽ നിന്നൊക്കെ ഡിമോൾഡ് ചെയ്തിട്ട് എടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈ റെസിപ്പി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വെറുതെ ചായക്ക് കടിയായിട്ട് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ നമ്മൾ മീനിൻ്റെ മുളകിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.